ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെനസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അതുപോലെ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ റെസിപ്പി ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ടാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് സമയമൊക്കെ വളരെ കുറച്ച് മതി. എന്നാൽ നല്ല ടേസ്റ്റിയാണ്. കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന അതേ രീതിയിലാണ് ഞാനിവിടെ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ചപ്പാത്തി ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും നമ്മൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിച്ചു പോകും. അത്രയൊക്കെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി കൂടി ചേർത്തെടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് നിറയെ ഗോതമ്പ് പൊടി ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്തെടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മാവൊക്കെ റെഡിയായി വന്ന ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഫില്ലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഒരു കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു ചെറിയ പീസ് തക്കാളി, കുറച്ച് മല്ലിയില, ഒരു ചെറിയ കഷ്ണം പച്ചമുളക്, ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്തതാണ് ഞാനിവിടെ ഇട്ടെടുത്തിട്ടുള്ളത്. ഞാനിവിടെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കോഴിമുട്ട എടുത്തിട്ടുള്ളത്. നമ്മൾ കൂടുതലായിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 മുട്ടയൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാൻ തുടങ്ങാം. നല്ലപോലെ ചൂടായിട്ടുള്ള പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. നല്ലപോലെ പരത്തി നൈസാക്കി എടുക്കൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം അതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇതേ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ഒരു കയ്യിൽ മാവ് കൂടി ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഈ ദോശ നമ്മൾ ഒഴിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ കുക്കാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് മുട്ടയുടെയും ഉള്ളിയുടെയൊക്കെ മിക്സ് ഇതിലേക്ക് നമുക്ക് വെച്ചെടുക്കാം. നല്ലപോലെ വെന്ത് വരുന്നതിന് മുമ്പ് വേണം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 3-4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ദോശ വെച്ച് ഇതുപോലെ കവർ ചെയ്തെടുക്കണം. ഈ ദോശ ഇതിലൂടെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ കുക്കാവുന്നതിന് മുമ്പ് തന്നെ ഇതെങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ ഇതാ നമ്മുടെ ദോശയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചും തിരിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ മുകളിലൊക്കെ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്തെടുത്താൽ മതി. നമ്മളിങ്ങനെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളാണെന്നുണ്ടെങ്കിലും വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കും. നല്ല ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതുപോലെ നമുക്ക് കുട്ടികളെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റും. നമ്മളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ഹെൽത്തിയാണ്. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഓയിലൊക്കെ കുറച്ചൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കാം. നമ്മൾ ഈ ഓയിൽ 2 സൈഡും നല്ലപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. അപ്പോഴാണ് 2 സൈഡിലും നല്ലപോലെ മുരിഞ്ഞ് വരുള്ളൂ. നമ്മൾ ദോശ മറ്റ് ദോശ വെച്ച് കവർ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചുറ്റുള്ള ദോശ നല്ലപോലെ കുക്കാവാതെ ശ്രദ്ധിക്കണം. എന്നാലേ ഒട്ടിപ്പിടിക്കുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഡിന്നറും ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മളിത് കട്ട് ചെയ്തിട്ടൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ